എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കുമ്മിളിൻ്റെ മൊട്ട് തോരൻ വെക്കുന്നതാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ കഴുകി വൃത്തിയാക്കിയെടുത്ത് ഇനി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇത് തെറ്റിപ്പോവും ഈ വശത്ത് വരുമ്പോൾ. ഇതുപോലെ നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുക്കാം. മുട്ടിൻ്റെ ഉയരമുള്ള ഒരു പാടയുണ്ട്, അത് നമുക്ക് ഇങ്ങനെ ഇരിഞ്ഞെടുക്കാം. തോരൻ വയ്ക്കാൻ വേണ്ടി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ സ്വല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ 2 വറ്റൽമുളക്, അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന കുമിളിൻ്റെ മുട്ട നമുക്കിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് വേവിക്കാം. ഒരു അരപ്പ് തയ്യാറാക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 4 കഷ്ണം വെളുത്തുള്ളി അല്ലി, അല്പം കറിവേപ്പില, 3 പച്ചമുളക്, പെരിഞ്ചീരകം, ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. അടപ്പൊന്ന് മാറ്റി നോക്കാം. കുമിള് വെള്ളമാണ്, അല്പം പോലും വെള്ളം ഒഴിച്ചില്ല, എണ്ണയിലാണ് വേവിക്കുന്നത്. ഞാൻ നാട്ടിൻപുറത്തുകാരി ആയതുകൊണ്ടാണ് എനിക്ക് കുമിള് കിട്ടുന്നത്. അടപ്പ് തുറന്ന് നോക്കാം. കണ്ട, ഇത് വെള്ളമായി. ഇനി നമുക്കൊന്ന് തുറന്ന് വെച്ച് വേവിക്കാം. കുമിളിലെ വെള്ളമാണ്, ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, എണ്ണയിൽ മാത്രമാണ് വേവിച്ചത്. തയ്യാറായി. പച്ചമുളക്, തേങ്ങ, പെരിഞ്ചീരകം, വെളുത്തുള്ളി, കറിവേപ്പില, ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുത്തുണ്ടെങ്കിൽ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മൂടി വെച്ച് 2 മിനിറ്റ് ഇരിക്കട്ടെ. ഇതിലോട്ട് അല്പം പൊടി ഇട്ട് കൊടുക്കുക. ഒരു പ്രത്യേക ടേസ്റ്റാണ്. കുരുമുളകിൻ്റെ മണവും പെരിഞ്ചീരകത്തിൻ്റെ മണവും കൂടെ നല്ലതുപോലെ തോർത്തിയെടുക്കാം. നമുക്ക് നല്ലവണ്ണം ചിക്കി തോർത്തിയെടുക്കാം. സ്വാദിഷ്ടമായ കുമ്മിൾ തോരൻ ഇവിടെ റെഡിയായി. അറിഞ്ഞൂടാത്തവർ കിട്ടുമ്പോൾ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.